الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ മാസങ്ങളെ കുറിച്ച് വിവരിക്കുന്നിടത്ത് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ലോകത്ത് 12 മാസങ്ങളാണ്. അതിൽ 4 മാസങ്ങൾ മിൻഹ 4 ഹുറും പവിത്രമായ മാസങ്ങളാണ്. ആ 4 മാസങ്ങളെന്ന് പറയുന്നത് ഒന്ന് ദുൽഖഅദാണ്, ദുൽഹിജ്ജയാണ്, മുഹറമാണ്, റജബാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ നിലകൊള്ളുന്നത് ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ആദ്യത്തെ മാസത്തിലാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷത്തിലാണ്. മുഹറം പവിത്ര മാസമാണ്. അന്ന് യുദ്ധം നിഷിദ്ധമാണ്, ആക്രമണങ്ങൾ നിഷിദ്ധമാണ്. ചീത്ത മോശപ്രവർത്തികൾ ചെയ്യുന്നത് ശപിക്കപ്പെട്ട കാര്യമായിട്ടാണ് ഇസ്ലാമിന് മുമ്പ് തന്നെ അറബികൾ മനസ്സിലാക്കിയിരുന്നത്. അതിനൊന്നുകൂടി ബലപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുഹറം അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസമാണ്. മുഹറമിൻ്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത അതാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മാസം എന്നാണ് മുഹറമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ
സിയാമു ഷഹരില്ലാഹിൽ മുഹറം. റമദാൻ്റെ നോമ്പ്, റമദാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസത്തിലെ അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ്. ഷഹറുല്ലാഹി എന്നാണ് മുഹറമിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മുഹറം അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാസമായതുകൊണ്ട് തന്നെ അത് ശായിറുള്ളയാണ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. വമൻ യുഅദ്ദിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ഒരാൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അത് തഖ്വയുടെ അടയാളമാണ്. ഇപ്പം ബാങ്ക് അള്ളാഹുവിൻ്റെ ചിഹ്നമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കുകയും ബാങ്കിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നത് ആ ചിഹ്നത്തോടുള്ള ആദരവാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കലവില പറയുന്ന, അതിനെ ശ്രദ്ധിക്കാത്ത ആളുകൾ, അവർക്ക് തഖ്വയില്ല. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അപ്പോൾ ആളുകൾക്ക് തഖ്വ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ ശആയിറുകൾ അയാൾ ആദരിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കും. പള്ളി അള്ളാഹുവിൻ്റെ ശആയിറിൽപ്പെട്ടതാണ്. പള്ളിയോട് ആദരവും ബഹുമാനവും പുലർത്തണം. ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ മുഹറം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശആയിറുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ മാസമാണ്. അതിനാദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. മുഹറമിനെ കുറിച്ച് പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആദ്യത്തെ ഒരു 10 ദിവസം ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, നല്ല ഉദ്യമങ്ങൾ തുടങ്ങാൻ പറ്റില്ല, പുതിയ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, നല്ലൊരു ദീർഘയാത്ര നടത്താൻ പറ്റില്ല. അങ്ങനെ മുഹറമിൻ്റെ 10 ദിവസങ്ങൾ ദുശഗുണമായി ചില ആളുകളെങ്കിലും പറയാറുണ്ട്. ദുശഗുണം ഇസ്ലാമിലില്ല. അത്തിയറത്തു ഷിർക്കുൻ, ദുശഗുണം നോക്കൽ ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തരത്തിലുള്ള ദുശഗുണവും ഇസ്ലാമിലില്ല. ഒരു ദിവസത്തിനെ അപേക്ഷിച്ച് മറ്റൊരു ദിവസത്തിന് എന്തെങ്കിലും ശ്രേഷ്ഠത ഉള്ളതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാതെ ഒരു ശ്രേഷ്ഠതയും ഇല്ല. ദിവസങ്ങളിൽ വെള്ളിയാഴ്ചക്ക് ചില പ്രത്യേകത ഉണ്ട്. അങ്ങനെ ചില പ്രത്യേകതകൾ ഒഴിച്ചു നിർത്തിയാൽ ചൊവ്വാഴ്ച ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തത്, ബുധനാഴ്ച ഒന്നും ചെയ്യാൻ പറ്റാത്തത്, വ്യാഴാഴ്ച എല്ലാം ചെയ്യാൻ പറ്റുന്നത്, ശനിയാഴ്ച വസ്ത്രം വാങ്ങാൻ പറ്റാത്ത ദിവസം, ഇങ്ങനെ ഒരു വിശ്വാസവും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ഇല്ല. അത് പുരോഹിതന്മാരുണ്ടാക്കിയതാണ്. ഇസ്ലാമിക വിശ്വാസത്തിന് പുറത്തു നിന്ന് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ ആചാരങ്ങളാണ്. എന്നല്ല, ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ മദ്ഹബിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ ഇബ്നുൽ ഹജറുൽ ഹൈതമി റഹിമഹുല്ല പറയുന്നു, നഹ്സ് എന്നാണ് സാധാരണ പറയാം, ദുശഗുണം. നഹ്സ് നോക്കൽ ജൂതന്മാരുടെ നടപടിയിൽപ്പെട്ടതാണ് എന്നാണ്. അത് ജൂതന്മാരുടെ വിശ്വാസമാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവും അതിനില്ല. നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ഓടിയാൽ പിന്നെ യാത്ര പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്നത് ജൂതന്മാരുടെ നടപടിയിൽപ്പെട്ടതാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവും അതിനില്ല. അതുകൊണ്ട് തന്നെ അതൊരു പുരോഹിതന്മാർ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാണ്. പ്രമാണത്തിലോ ഇസ്ലാമിക സമൂഹത്തിലെ സച്ചരിതരായ ആളുകളുടെ ജീവിതചര്യയിലോ നമുക്ക് അത്തരം നടപടികൾ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മുഹറം ഷഹറുള്ളയാണ്. അള്ളാഹുവിൻ്റെ മാസമാകുമ്പോൾ അതിലെല്ലാ ദിവസത്തിനും അതിൻ്റേതായ പവിത്രതയും ശ്രേഷ്ഠതയും ഉണ്ട് എന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം നിർമ്മിതമാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവും അതിനില്ല. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രത അതിൽ ആഷൂറൻ്റെ നോമ്പ് ഉണ്ട് എന്നതാണ്. ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10 ആഷൂറ എന്ന് പറയാം. ആ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ ആ നോമ്പ് അനുഷ്ഠിച്ചാൽ, ആഷൂറൻ്റെ നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നാണ്. അതുകൊണ്ടാണ് അഫ്ളലു സിയാമി ബഅദ ഷഹരി റമളാൻ, റമളാനിൻ്റെ ശേഷമുള്ള നോമ്പുകളിൽ ഏറ്റവും ഉത്തമമായ നോമ്പ് മുഹറം മാസത്തിലെ ആഷൂറായിൽ ഒരാൾ അനുഷ്ഠിക്കുന്ന നോമ്പാണ്. നമസ്കാരങ്ങളിൽ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ നമസ്കാരം ഒരാൾ രാത്രി നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരമാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നാലാമത്തെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറമിൽ നോമ്പ് അനുഷ്ഠിച്ചു.
മുഹറം 10-നാണ് നോമ്പനുഷ്ഠിച്ചത്. ജൂതന്മാരുടെ ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അന്ന് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മുഹറം 10-ന് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. മദീനയിൽ അത് തുടർന്നു വന്നു. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അത് സുന്നത്താക്കി മാറ്റി. ഇഷ്ടമുള്ളവർക്ക് അനുഷ്ഠിക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാമെന്ന നിയമം കൊണ്ടുവന്നു. ആ മുഹറം 10-ന്റെ നോമ്പ് അനുഷ്ഠിക്കുന്നത് ജൂതന്മാരും അങ്ങനെ അനുഷ്ഠിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നിങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് ചോദിച്ചു. മൂസ അലൈഹി ഇസ്ലാമിനെ ഫറോവയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10 എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളെക്കാൾ കൂടുതൽ മൂസ അലൈഹി ഇസ്ലാമിനോട് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് അടുത്ത പ്രാവശ്യം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-നും ഞാൻ അനുഷ്ഠിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഹറം കഴിഞ്ഞ് ഉടനെ റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് യാത്ര പോയത്. അപ്പം അതുകൊണ്ട് ജൂതന്മാരുമായി മുഖാലഫത്ത് ഉണ്ടാവുക, അവരുമായി നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരു താല്പര്യമാണ്. അപ്പം അതുകൊണ്ട് മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കാം. മുഹറം 9-നും 10-നും 11-നും ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാം. 10-നും 11-നും നോമ്പനുഷ്ഠിക്കാം. ഈ ചര്യകളൊക്കെ സലഫുസ് സാലിഹ്യങ്ങൾ അംഗീകരിച്ച ചര്യകളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം 10-ന്റെ നോമ്പാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുഹറം 10 എന്ന് പറഞ്ഞാൽ ജൂതന്മാരുമായി ഇന്നത്തെ കാലത്ത് സാംസ്കാരികവും സാമൂഹികവും മതപരവുമായ വൈജാത്യം എന്ന് പറയുന്നത് കേവല വിശ്വാസത്തിൻ്റെ കാര്യമല്ല. ഇസ്രായേൽ ഇന്ന് മസ്ജിദുൽ അഖ്സ അധിനിവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജൂതന്മാരുമായി എല്ലാ അർത്ഥത്തിലും വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുക, പ്രത്യേകിച്ച് ഇസ്രായേലുമായി വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുക എന്നത് മുസ്ലിമിൻ്റെ ബാധ്യതയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ മുഹറം നോമ്പിന് മതപരമായൊരു ബാധ്യത, പുണ്യം മാത്രമല്ല രാഷ്ട്രീയമായൊരു പ്രഖ്യാപനം കൂടി മുഹറം 10-ന്റെ നോമ്പിനുണ്ട്. അതുകൊണ്ട് ആ നോമ്പ് ഇവിടത്തെ അധിനിവേശത്തിനെതിരെയും ഖുദ്സിന്റെ ഭൂമിയെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനെതിരെയുമുള്ള ഒരു ഐക്യദാർഢ്യം കൂടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4-ാമത്തെ മുഹറമിൻ്റെ ശ്രേഷ്ഠതയായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര, ഫലസ്തീൻ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ നിന്ന് നടത്തിയ യാത്ര. ആ യാത്രയിൽ ഫറോവ പിന്നാലെ വരുന്നു. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ ചെങ്കടലുണ്ട്. അത് മുറിച്ചു കടക്കാൻ കഴിയാതെ ഫറോവയും സൈന്യവും പിന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ മൂസ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, കല്ല ഇന്ന റബ്ബി മഅി സയഹ്ദീൻ, അല്ലാഹ് എൻ്റെ കൂടെയുണ്ട്, ഒരു വഴി അള്ളാഹു കാണിച്ചു തരും. അങ്ങനെ ചെങ്കടൽ പിളർത്തി മൂസ അലൈഹി ഇസ്ലാം മറുകര പറ്റുകയും ഫലസ്തീനിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തത് ഫറോവയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10-നാണ്. അപ്പോൾ ഒരു വിമോചനത്തിൻ്റെ ഒരു സന്ദേശം മുഹറം 10-നുണ്ട്. അക്രമികളായ, മർദ്ദകരായ, ചൂഷകരായ, അതുപോലെ തന്നെ ജനങ്ങളെയും സമൂഹത്തെയും സമുദായങ്ങളെയും അതുപോലെ തന്നെ കോണർ ചെയ്യപ്പെട്ട ജനവിഭാഗങ്ങളെയും നിരന്തരമായി മർദ്ദനത്തിനും ചൂഷണത്തിനും വിധേയമാക്കുന്ന ഏതൊക്കെ ഭരണാധികാരികൾ ലോകത്തുണ്ടോ അവർക്കെല്ലാം താക്കീത് നൽകുന്ന ചരിത്രമാണ് മുഹറം 10-ന്റെ ചരിത്രം എന്ന് പറയുന്നത്. വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുളൈഫു ഫിൽ അർളി വനജഅലഹും അയിമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മർദ്ദിതരായ അതുപോലെ ആക്രമണത്തിനും അനീതിക്കും വിധേയമായ ജനവിഭാഗങ്ങൾക്ക് ഭൂമിയുടെ ആധിപത്യം നാം തിരിച്ചു കൊടുക്കും, അവരെ ഭൂമിയുടെ അധികാരികളാക്കി മാറ്റും. വനജഅലഹും അയിമ്മതൻ, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അപ്പോൾ അവർ എല്ലാ കാലത്തും പീഡിതരായി മാറുക, മർദ്ദിതർ എല്ലാ കാലത്തും മർദ്ദിതരാവുക, ചൂഷണത്തിന് വിധേയമാകുന്ന ജനത എല്ലാ കാലത്തും ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു നടപടിക്രമം ദൈവീക നടപടിക്രമത്തിലില്ല. സുന്നത്തുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽ ഒരിക്കലും നമുക്കത് കാണാൻ കഴിയില്ല. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിന് ഒരു മാറ്റം വരുത്താൻ ഭൂമിയിൽ ഒരു സംവിധാനത്തിനും കഴിയില്ല. അതുകൊണ്ട് മർദ്ദകരായ ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും അവർക്ക് മുഹറം 10 എന്ന് പറയുന്നത് വിമോചനത്തിൻ്റെ ഒരു സന്ദേശമാണ്. മർദ്ദിതരായ ജനതയ്ക്ക് അത് വിമോചനത്തിൻ്റെ ഒരു ആശയും പ്രതീക്ഷയും നൽകുന്ന ഒരു സംഭവമാണ്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് നമുക്കറിയാം, അന്നത്തെ ജനസൈഡ്, വംശഹത്യ എന്ന് പറയുന്നത്, അവിടുത്തെ മുസ്ലിങ്ങളായ ആളുകളുടെ വീടുകളിൽ പ്രസവം നടന്നാൽ ഫറോവയുടെ പട്ടാളങ്ങൾ വരും. ആ പട്ടാളം വന്നിട്ട് പരിശോധിക്കും. ആൺകുട്ടിയാണെങ്കിൽ അവരെന്ത് ചെയ്യും?
കൊല ചെയ്യും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആൺകുട്ടികളെ കൊല്ലുക എന്ന വംശഹത്യ ഫറോവയുടെ കാലത്തുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ബനൂ ഇസ്രായേലിനെയും കൊണ്ട് ഈ ഫലസ്തീനിലേക്ക് മൂസ അലൈഹി ഇസ്ലാം പോകുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, ബനൂ ഇസ്രായേൽ സമൂഹവും അതുപോലെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹവും ഒരുപാട് താരതമ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വംശഹത്യകളുടെ എല്ലാ എലമെന്റുകൾക്കും, എല്ലാ സംവിധാനങ്ങൾക്കും ഇന്ന് ഈ രാജ്യത്ത് വിധേയമായി കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്, സമുദായമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ ആൾക്കൂട്ട കൊലയുണ്ട്, മോബ് ലിഞ്ചിങ് ഉണ്ട്, പൗരത്വ നിഷേധമുണ്ട്, വോട്ട് ചോരി, വഖഫ് ഭേദഗതി നിയമം, ബുൾഡോസർ രാജ്, പള്ളി മദ്രസകളിലെ കയ്യേറ്റം, ഇതൊക്കെ അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നമുക്കറിയാം UP-യിലെ പ്രധാനപ്പെട്ട പള്ളികൾ മദ്രസകളൊക്കെ കയ്യേറ്റം ചെയ്യുകയും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ, അത് ചൂണ്ടിക്കാണിച്ചാൽ പിറ്റേ ദിവസം അവരുടെ വീടിൽ ബുൾഡോസർ വന്ന വീട് തകർക്കുന്ന അവസ്ഥ ഈ രാജ്യത്തെ, ജനാധിപത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഈ രാജ്യത്ത് യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ ആൺകുട്ടികളെ കൊന്ന് വംശഹത്യ വ്യവസ്ഥാപിതമായി നടത്തിയതുപോലെ ഈ രാജ്യത്ത് പ്രത്യേക വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിനെതിരെ വ്യവസ്ഥാപിതമായ ഒരു വംശഹത്യാ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വനുരീദു അൻ നമുന്ന അലൽ ലദീന സ്തുദൈഫു ഫിൽ അർളി വനജഅലഹും അയിമ്മതൻ വനജഅലഹുൽ വാരിസീൻ. പരിശുദ്ധ ഖുർആൻ ഈ ഭൂമിയിൽ മർദ്ദിതരായ ആളുകൾക്ക് അവർക്ക് എന്തൊക്കെയാണോ ഭൂമിയിൽ നഷ്ടപ്പെട്ടത് ഈ ഭൂമിയിൽ തന്നെ അത് തിരിച്ചു കൊടുക്കുന്ന കാലമുണ്ടാകും എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. പക്ഷെ അതിന് ചില യോഗ്യതകൾ വേണം. ആ യോഗ്യതകളാണ് ഏറ്റവും പ്രധാനമായും വിശ്വാസി സമൂഹം ആർജിച്ചെടുക്കേണ്ടത്. ആ യോഗ്യതകളുടെ പാഠങ്ങൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലൂടെ കാണാൻ കഴിയും. അപ്പൊ ഇസ്രായേൽ ഇന്ന് അതുപോലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് വംശത്തെയാണോ മൂസ അലൈഹിസ്സലാം ഫറോവയുടെ ഏകാധിപത്യത്തിന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്, ആ വംശം ഇന്ന് മറ്റൊരു ഏകാധിപത്യ പ്രവണത ലോകത്ത് പുലർത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 25,000-ഓളം 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്ന ലോകത്തെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയധികം കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്ത വേറൊരു രാജ്യം ലോകത്തില്ല. അതിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 1 ലക്ഷം മനുഷ്യരെ ഈ രാജ്യത്ത് ഉന്മൂലനം ചെയ്ത നിരപരാധികളായ ആളുകൾ, ഒരു 42 ലക്ഷം ജനസംഖ്യയുള്ള ഈ ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തെ ഉപരോധിച്ച് നിർത്തി അവരുടെ ഭക്ഷണവും വെള്ളവും മുടക്കി ഒരു ലോകത്തെ ഏറ്റവും വലിയ ഓപ്പൺ എയർ ജയിലായി, തുറന്ന ജയിലായി ഗസയെ മാറ്റി ലോകത്തിന്റെ മുന്നിൽ ആ രാജ്യവും പ്രദേശവും പട്ടിണി കിടക്കുകയും വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി ലോകത്തിന്റെ മുന്നിൽ കേഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ഹിജ്റയുടെ മുമ്പ് റസൂലുള്ള പോയ ഹറം മസ്ജിദുൽ അഖ്സയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. തന്റെ മുൻഗാമികൾ ഹിജ്റ ചെയ്ത പ്രദേശമാണ് ഫലസ്തീൻ. ബാറക്ന ഹൗലഹു ബാറക്ന ഫീഹി, 2 പ്രയോഗം ഫലസ്തീനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും കൂടുതൽ അമ്പിയാക്കളുടെ പ്രബോധന കേന്ദ്രമായ അവരുടെ പാദസ്പർശമേറ്റ ഭൂമിയിലെ ഏക പ്രദേശമാണേത് ഫലസ്തീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബാറക്ന ഹൗലഹു ബാറക്ന ഫീഹി. കാരണം അമ്പിയാക്കൾ ഇത്രമേൽ സ്വീകരിക്കാൻ കഴിഞ്ഞ ഭൂലോകത്തെ വേറൊരു ദേശം ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിൽ നമസ്കാരം നിർവഹിച്ചത്. ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയ ചരിത്രം നമുക്കറിയാം. കാരണം മൂസ അലൈഹി ഇസ്ലാം വന്ന സ്ഥലമാണ്, ഹിജ്റ നടത്തിയ സ്ഥലമാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും മകൻ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെയും പ്രബോധന കേന്ദ്രമാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, ദാവൂദ് അലൈഹി ഇസ്ലാം, ഇവരുടെയൊക്കെ പ്രബോധന കേന്ദ്രമാണ്. ഹദറത്ത് യഹിയ അതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ പ്രബോധന കേന്ദ്രമാണ്. അങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിന്റെ പ്രത്യേകത
അതിൻ്റെ ഒരു പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. എന്നല്ല ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ ഖിബലയാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. മുഹറമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെക്കുറിച്ച് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മസ്ജിദുൽ അഖ്സയുടെ ചരിത്രമില്ലാതെ ഹിജറയുടെ ചരിത്രം പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് ഹിജറയെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്? നമുക്കറിയാം, യഹ്യ സിൻവാർ എന്ന് പറയുന്ന പോരാളികളുടെ നേതാവ്, അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചെറിയ കുട്ടികളായിരിക്കെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഉസ്താദ് മദ്രസയിൽ ഞങ്ങളെ ടൂർ കൊണ്ടുപോയി. അങ്ങനെ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകതകൾ ഇങ്ങനെ ഉസ്താദ് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അമ്പിയാക്കളെയും ജീവിപ്പിക്കുകയും ആ അമ്പിയാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമായി നിസ്കരിക്കുകയും ചെയ്ത ഭൂമിയിലേക പ്രദേശമാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. അതുപോലെ ഹദറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്ഹാഖ് അലൈഹിസ്സലാമും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കാൻ. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്കും അവിടങ്ങളിലേക്കുള്ള ആകാശ ലോകത്തേക്കും ഭൂമിയിൽ നിന്ന് അവസാനമായി യാത്ര പോയത് മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ്. എന്നിട്ട് ഉസ്താദ് പറയുന്നുണ്ട്, ഒരാൾ സ്വർഗത്തിലേക്ക് പോകാൻ ഭൂമിയിൽ ഒരു ഇടത്താവളം ഉണ്ടെങ്കിൽ ആ ഇടത്താവളമാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ. കാരണം ഭൂമിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വർഗത്തിലേക്ക് പോയത് മസ്ജിദുൽ അഖ്സ വഴിയാണ്, മസ്ജിദുൽ ഹറാം വഴിയല്ല, മസ്ജിദുൽ അഖ്സ വഴിയാണ്. അത്ര പ്രത്യേകത അതിനുണ്ട്. ആ മസ്ജിദുൽ അഖ്സ ഇന്ന് അധിനിവേശത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ അധിനിവേശ ശക്തികൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗസയിലെയും പരിസര പ്രദേശങ്ങളെയും വിശ്വാസികളെയും മറ്റു അവിടെ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അടിച്ചമർത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ചെങ്കടൽ പിളർത്തി മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ വിമോചനത്തിന്റെ സന്ദേശം അവർക്കും ലോകത്തെ വിമോചനം ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരു പ്രചോദനമാണ്. അത് ഓർക്കാതെയും പറയാതെയും ഒരു മുഹറമും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല എന്നതാണ് മുഹറമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അഞ്ചാമത്തെ ഏറ്റവും പ്രത്യേകത മുഹറമുൽ ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് സംസാരിക്കാം. കാരണം ലോകത്ത് വിമോചനത്തിന്റെ മുദ്രാവാക്യങ്ങളും വിമോചനത്തിന്റെ ആവശ്യകതയും ലോകത്ത് വംശഹത്യകൾക്ക് വിധേയമാകുന്ന എല്ലാ ജനതക്കും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ്. വളരെ സുന്ദരമായ രണ്ട് ലോകത്തും വിമോചനം വാഗ്ദാനം ചെയ്യുന്ന, ഭൂമിയിൽ മാത്രമല്ല പരലോകത്തും ഒരു മനുഷ്യന് വിമോചനം വാഗ്ദാനം ചെയ്യുന്ന സമ്പൂർണ്ണ വിമോചന പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിക വിമോചന പദ്ധതിയുടെ പൂർത്തീകരണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയിലൂടെ നിർവഹിച്ചത്. മൂസ അലൈഹിസ്സലാം തന്റെ ജനതയെ ദുർബലരായ, അടിച്ചമർത്തപ്പെട്ട, മർദ്ദിതരായ ജനവിഭാഗത്തെ ഫലസ്തീനിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നിർവഹിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഏകാധിപതി ലോകത്ത് പിറവിയെടുക്കുമ്പോൾ, ഒരു ക്രൂരനായ സ്വച്ഛാധിപതിയായ ഒരു ഭരണാധികാരി ലോകത്ത് പിറവിയെടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി പടച്ച റബ്ബ് ചെങ്കടൽ ഒരുക്കി വെക്കാതെ ഭൂമിയുടെ ഒരു നടപടിക്രമം പൂർത്തിയാവില്ല. ഫറോവ ജനിക്കുന്നതിന് മുമ്പേ ചെങ്കടലുണ്ട്. ഫറോവയെ പോലെ ലോകത്തെ ഏകാധിപതികളും ക്രൂരരും സ്വച്ഛാധിപതിയുമുള്ള ഏതൊക്കെ ഭരണാധികാരികളുണ്ടോ അവരുടെ അവസാനവും അവരുടെ പര്യവസാനവും ഇത്തരം നിന്ദ്യമായ അവസ്ഥയിലാവാതെ തരമില്ല എന്നതാണ് ലോകത്തെ നടപടിക്രമങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിശ്വാസികൾക്കും ദുർബലരായ ജനവിഭാഗങ്ങൾക്കും മുഹറം പകർന്നു നൽകുന്ന വിമോചന സന്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിമോചന സന്ദേശം ഉൾക്കൊള്ളുവാനും അത് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഅൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനതൂബു ഇലൈഹി. അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വസയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ വഖാതമുൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വാഹിരീൻ വഉമ്മഹാത്തിൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, മുസ്ലിങ്ങളായി ജീവിക്കുവാനും മുസ്ലിങ്ങളായി മരിക്കുവാനും പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യാണ്, ഉപദേശിക്കുകയാണ്.
കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ജുമാ നമസ്കാരത്തിന് ശേഷം ഇവിടെ നടക്കും. സാധ്യമാവുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതാണെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ, സ്ഖലിതങ്ങൾ, വീഴ്ചകൾ നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെല്ലാ മേഖലകളിലും, നമ്മുടെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, ഇടപാടുകളിൽ പടച്ച റബ്ബ് ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് യാത്ര പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദര സഹോദരിമാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാർ, സഹോദരിമാർ, അള്ളാഹു അവർക്ക് സമ്പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങൾ അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്ത് കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ അള്ളാഹു അവർക്ക് വിജയവും സ്വബറും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിലും വാത്സല്യത്തിലും തൗഫീഖിലും സുരക്ഷയിലും കാവലിലും ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجرنا من النار. اللهم لا تجعلنا من حطب النار. اللهم ربنا آتنا من لدنك الرحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا وشفاء من كل داء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نسألك العلا من الجنة ونعوذ بك من عذاب القبر ومن عذاب النار. اللهم إنا نعوذ بك من الهم والحزن والعجز والكسل والبخل والجبن وغلبة الدين وقهر الرجال. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أبرز علينا صبرا وثبت أقدامنا وأيد أيدينا وانصرنا على القوم الكافرين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المستضعفين في غزة. اللهم انصرهم نصرا عزيزا. اللهم عجل بنصرهم يا قوي يا قهار. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم وانقص عددهم يا حي يا قيوم يا ذا الجلال والإكرام. ربنا آتنا من لدنك الرحمة وهيئ لنا من أمرنا رشدا. ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين. أقيموا الصلاة إن الصلاة تنهى عن الفحشاء والمنكر.